കുറച്ച് ബേസിക്സ് പറയാമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ സോളാർ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി, അതായത് നമുക്ക് ഇപ്പോൾ പെട്രോൾ പോലത്തേക്ക് ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിച്ച് അങ്ങനെ തീരും. എന്നാൽ സോളാർ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ, കാറ്റ്, സോളാർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം റിന്യൂവബിൾ എനർജി വിഭാഗങ്ങളിൽ പെടുന്നതാണ്. വിൻഡ് എനർജി, സോളാർ എനർജി, അതേപോലെ ഹൈഡ്രോ എനർജിയും ബയോമാസ് ഫ്യൂവലെല്ലാം സോളാർ പോലെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നമുക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ സോളാറിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞൊരു അൺലിമിറ്റഡ് ആയിട്ടൊരു സ്രോതസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഭൂമിയിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ രൂപത്തിലായിട്ട് സൂര്യനിൽ നിന്നുള്ള രശ്മികൾ വരുന്നു. അപ്പോൾ ആ എനർജി നമ്മൾ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സോളാർ റേഡിയേഷൻ കിട്ടുന്നതിൻ്റെ ഒരു കണക്ക് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അത്യാവശ്യം സോളാർ റേഡിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് പറയുന്നത് kW/m²/ഡേ എന്നാണ് അതിൻ്റെ ഒരു കണക്കിൽ പറയുന്നത്. അതായത് ഓരോ ദിവസവും ഓരോ ചതുരശ്ര മീറ്ററിൽ 4 to 7 kW/h വരെ കിട്ടുന്നതാണ് പറയുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഈ കിലോവാട്ട് എന്താണെന്നുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 വാട്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1000 വാട്ടെന്ന് പറഞ്ഞാലാണ് 1 കിലോവാട്ടെന്ന് പറഞ്ഞത്. അതങ്ങനെ 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 kWh കണക്കാക്കാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ജൂൾ എന്ന് പറഞ്ഞുള്ളൊരു യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഈ kWh എന്ന് പറഞ്ഞൊരു എനർജി യൂസ് ചെയ്തത്, അതായത് നമ്മുടെ മീറ്ററിലൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത് എനർജിയാണ്. അപ്പോൾ kWh 1 kWh എന്നാണ് നമ്മൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറെ എനർജിക്ക് വേറെ യൂണിറ്റ് ഉണ്ട്, ജൂൾസ്, കലോറി എന്നൊക്കെ പറഞ്ഞാൽ വേറെ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ അകത്ത് കൺവേർഷൻസ് കാണിക്കാം. നമുക്ക് കിലോവാട്ടിന് അറിഞ്ഞിരുന്നാൽ മതി. കിലോവാട്ട്, മെഗാവാട്ട് പറഞ്ഞിരിക്കുക. എത്ര വാട്ട്സാണ് ഇവിടെ മെഗാവാട്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 7 ലക്ഷം 10 ലക്ഷം വാട്ട്സാണ് 1 മെഗാവാട്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ജിഗാവാട്ട് എത്രയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സോളാർ എനർജി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതിൻ്റെ പാനൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, യഥാർത്ഥം അതിൻ്റെ ഫോട്ടോവോൾട്ടൈക് പാനൽ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോവോൾട്ടൈക് മോഡ്യൂൾസ് ആണ് വിളിക്കുന്നത്. ഷോർട്ട് ഫോമായിട്ട് PV മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു പാനലിനെ നമ്മൾ പല ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലൊരു ഫ്രെയിമുണ്ട്, അതിലൊരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസിൻ്റെ കഴിഞ്ഞിട്ടൊരു എൻക്യാപ്സുലൻ എന്ന് പറയുന്ന ലെയർ ഉണ്ട്. അതിൻ്റെ അടിയിലാണ് ഈ സോളാർ സെൽസ് വരുന്നത്. പിന്നെ അതിൻ്റെ അടിഭാഗത്തും എൻക്യാപ്സുലൻ എന്ന് പറയുന്ന ലെയറും, പിന്നെ ബാക്കിൽ വൈറ്റ് ഷീറ്റും, അങ്ങനെ അതിൻ്റെ പുറകെ ജംഗ്ഷൻ ബോക്സും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപഘടന വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെല്ല് എന്ന് പറയുമ്പോൾ നമ്മളിതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റിലൂടെയാണ് നമുക്കതൊരു പാനലായി മാറുന്നത്. അപ്പോൾ ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന LED ബൾബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. LED ബൾബിൽ എന്താ സംഭവിക്കുന്നത്, പ്ലസും മൈനസും, അല്ലെങ്കിൽ നമ്മളൊരു ഫേസ് ന്യൂട്രൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ അകത്തുള്ള ചോക്ക് കോയിൽ വഴി അത് പ്ലസ് മൈനസ് ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് അത് LED ഫുൾ ഫോം ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതിൽ പ്ലസും മൈനസും കമ്പൈൻ ചെയ്ത് ഒരു ലൈറ്റായിട്ട് എമിറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് അതിൽ സംഭവിക്കുന്നത്. എന്നാൽ ഈ സോളാർ സെല്ലിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ സൂര്യൻ്റെ വെളിച്ചത്തിൽ വീഴുമ്പോൾ പ്ലസും മൈനസും ആയിട്ട് കൺവെർട്ടായി വരുന്നൊരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാണ്, അതായത് പൂർണ്ണമായിട്ടുള്ള ചാലകങ്ങളല്ല, ഒരു അർദ്ധചാലകം എന്താ പറയുക, അതായത് സെമി കണ്ടക്ടേഴ്സാണ്, ചില സമയങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ അതിൻ്റെ വിശദത്തിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. ഇത് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിലിക്കൺ എന്ന് പറഞ്ഞൊരു ലോഹത്തിൻ്റെ ഇതിലാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സോളാർ സെല്ലിൽ ഇതിപ്പോൾ ഒരു സെല്ലെന്നാണ് പറയുന്നത്. അതിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് PV മോഡ്യൂൾ, ഫോട്ടോവോൾട്ടൈക് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോട്ടോവോൾട്ടൈക് സെല്ലെന്ന് പറഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ സോളാർ സെല്ലെന്ന് കൊളോക്കിയലി നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഴുന്ന ലൈറ്റിൻ്റെ ശക്തി അനുസരിച്ച് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ ഏരിയ കൂട്ടുന്നതനുസരിച്ച് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അതുകൂടാതെ ഇതിനൊരു പ്രത്യേക ആംഗിളിൽ വേണം സൂര്യൻ്റെ വെളിച്ചം ഇതിൽ വന്ന് വീഴാൻ. അപ്പോൾ ആ ഒരു ആംഗിൾ കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ചും നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷന് വ്യത്യാസമുണ്ടാവും, അതിൽ വരുന്ന കറണ്ടിന് വ്യത്യാസമുണ്ടാവും. അപ്പം നമുക്കൊരു സെല്ലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ്
ഘടകങ്ങളുണ്ട്, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഘടകങ്ങൾ വരുന്നത്. അതിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്നുണ്ട്. അതിന് നമ്മളൊരു ഒരു സോളാറിൻ്റെ ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സോളാർ പാനൽ ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റലോഗ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ പോകുന്ന ചില പേരുകളാണ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണും, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണും, അതുകൂടാതെ അതിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞ PM എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ സോളാർ സെല്ലിന് മാക്സിമം എത്ര കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ കൺസ്ട്രക്ഷനെ ബാധിക്കാത്ത രീതിയിൽ എത്ര കറണ്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വഴി നമുക്കറിയാൻ പറ്റുന്നത്. ഏറ്റവും ISC കൂടിയ ഒരു സെല്ല്, ഇപ്പം നമ്മൾ 2 കമ്പനികളുടെ അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് പാനലുകളുടെ സെല്ലെടുത്ത് നോക്കിയിട്ട് ഏതിലാണ് ISC കൂടുതൽ എഴുതിയേക്കുന്നത് അതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് ആംപെയറിലായിരിക്കും ടോട്ടൽ ഒരു പാനലിൻ്റെ ഇതിൽ എഴുതിയേക്കുന്നത്. ഒരു സെല്ല് ചിലപ്പോൾ 1 മില്ലി ആംപെയർ വെച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെല്ലിന് ഉപയോഗിച്ച് സെല്ലിൻ്റെ പല ടെക്നോളജികളും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയയും അതിൻ്റെ ടെക്നോളജിയും അതുകൂടാതെ അതിൻ്റെ എന്തോരം കറണ്ട് വീഴണമെന്നൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ എന്തോരം അതിൽ ആംഗിളിലാക്കിയായിരിക്കും ഇത് വീഴുന്നതെന്നുള്ളതനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പോൾ ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാനൽ എടുക്കുന്നു, അതിൻ്റെ ഒരു സോളാർ പാനലോ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ പ്ലസ് മൈനസ് മാത്രം എടുത്ത് അതിലേക്ക് ലോഡൊന്നും കണക്ട് ചെയ്യാത്ത അവസ്ഥയിൽ, ഇപ്പോൾ നമ്മൾ സോളാർ സെല്ല് വെച്ചൊരു ബൾബ് ഓടിക്കാം, അല്ലെങ്കിൽ DC ലോഡ് ഓടിക്കാം, അങ്ങനെ പല പല കണക്ഷൻ ചെയ്ത് പോകാം. അപ്പോൾ നമ്മളിതൊന്നും ഓടിക്കാതെ വെറുതെ ജസ്റ്റ് മൾട്ടിമീറ്റർ വെച്ച് അതിൻ്റെ വോൾട്ടേജ് അളക്കുകയാണെങ്കിൽ അത് ലോഡില്ലാത്ത ടൈമിൽ കണക്ട് ചെയ്യുമ്പോൾ അളക്കുന്ന വോൾട്ടേജിനാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കൂടുതലായ നല്ലതെന്ന് പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നല്ലതാണെങ്കിലും നല്ല സെല്ലാണ്. അപ്പോൾ 2 സെല്ലുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ 2 പാനൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. വോൾട്ട് അല്ലെങ്കിൽ മില്ലി വോൾട്ടിലൊക്കെ അതിനെ മെഷർ ചെയ്യുന്നത്. ഇനി ഇതുകൂടാതെ മാക്സിമം പവർ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അതായത് ഏറ്റവും ഈ ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു പാനൽ എത്ര പവർ മാക്സിമം അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു കണ്ടീഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ STC എന്ന് ഷോർട്ട് ഫോമിൽ നമ്മൾ പറയും. അതിന് ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഇന്ന ടെമ്പറേച്ചർ ആയിരിക്കണം, സെല്ലിൻ്റെ ടെമ്പറേച്ചർ ഇന്നതായിരിക്കണം, സൂര്യൻ്റെ വെളിച്ചം ഇന്നൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അതേപോലെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എയർ മാസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൈമിൽ ഏറ്റവും എത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ഈ PM എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സെല്ലിൻ്റെ കേസിൽ 2 പാനൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ PM ഉള്ള സാധനം ബെറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണും പല രീതിയിൽ നമുക്ക് സെല്ല് ഈ ഒരു പാനലൊക്കെ കണക്ട് ചെയ്ത് സോളാർ പാനൽ കണക്ട് ചെയ്ത് പോകാം കോമ്പിനേഷനായിട്ട്. അതായത് പല രീതിയിൽ കറണ്ട് കുറച്ചും വോൾട്ടേജ് കൂട്ടി, വോൾട്ടേജ് കുറച്ച് കറണ്ട് കൂട്ടി, അങ്ങനെ പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന പവറിൻ്റെ കുറച്ച്. പക്ഷേ ഒരു ഇൻഡിവിജ്വലി ഒരു പാനൽ നോക്കിയാൽ അതിന് മാക്സിമം എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ തന്നെ പറയേണ്ട കാര്യമാണ് കറണ്ട് അറ്റ് മാക്സിമം പവറിനെയാണ് IM എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആ പവറിലുള്ള ടൈമിലുള്ള കറണ്ടിനെ IM എന്ന് പറഞ്ഞ് വിളിക്കും, മാക്സിമം കറണ്ട് എന്ന് അതിനെ വിളിക്കും. അതുകൂടാതെ ആ ടൈമിലുള്ള വോൾട്ടേജ്, മാക്സിമം പവറുള്ള ടൈമിലുള്ള വോൾട്ടേജിന് VM എന്ന് പറഞ്ഞ മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞ് വിളിക്കും. പിന്നെ അതുകൂടാതെ സെല്ലിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. ഫിൽ ഫാക്ടർ എന്ന റേഷ്യോ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. കുറച്ച് അതിൻ്റെ ഗ്രാഫുകൾ പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാവുള്ളൂ. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഔട്ട്പുട്ട് തരാൻ പറ്റുന്നു ഈ ഒരു സെല്ലിൻ്റെ അകത്ത് ഹരണം സെല്ലിലേക്ക് കൊടുത്ത ഇൻപുട്ട്. അപ്പോൾ സെല്ലിലേക്ക് എത്ര ഇൻപുട്ട് കൊടുത്തു എന്നുള്ള സൂര്യൻ്റെ റേഡിയേഷനൊക്കെ പ്രകാരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ടൈമിലുള്ള റേഡിയേഷനെ ബേസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എത്ര റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നു. അതായത് ചിലപ്പോൾ സൂര്യൻ്റെ ഇതിൽ നിന്ന് നമുക്ക് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 1/2 യൂണിറ്റോ അതിൽ താഴെയായിട്ടുള്ള എനർജി നമുക്ക് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി അതിൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ഇപ്പം സൂര്യൻ്റെ നിന്ന് കിട്ടുന്ന ഫുൾ എനർജി തന്നെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് 100% എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. എന്നാൽ നമ്മുടെ
പാനലുകൾക്ക് മാക്സിമം 20% എഫിഷ്യൻസി ഉള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. 20, 22 അങ്ങനെ ബെറ്റർ സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, നമ്മുടെ പാനലിൻ്റെ വോൾട്ടേജ് കറണ്ട് മെഷർ ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു മല ഇറങ്ങി പോകുന്ന പോലെ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ പോയിൻറ്റുകൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് അവിടുത്തെ മാക്സിമം പവർ എത്ര, വോൾട്ടേജ് എത്ര, കറണ്ട് എത്ര എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ IV കർവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാറ്റലോഗുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇതേപോലത്തെ അതിൻ്റെ കർവ് കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട അതിൻ്റെ മാക്സിമം വോൾട്ടേജ്, മാക്സിമം കറണ്ട് എത്രയാണ്, അതേപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളിനി ഒരു പാനൽ വയ്ക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഒരു പാനലിൻ്റെ പ്രോജക്റ്റിനെ പറ്റി ചിന്തിക്കുന്ന ടൈമിൽ നമുക്ക് സോളാർ പാനലുകൾ, പലതരം പാനലുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റ് വൈസും വ്യത്യാസമുണ്ട്, അതിൻ്റെ എഫിഷ്യൻസി, നേരത്തെ പറഞ്ഞ എഫിഷ്യൻസി വൈസും പല വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫുൾ ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന സൂര്യൻ്റെ ഫുൾ വെളിച്ചം അതനുസരിച്ചുള്ള കറണ്ടായിട്ട് കൺവെർട്ട് ആവുന്നില്ല, പലതും നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് നമ്മളൊരു 100 ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റിനുള്ള സൂര്യൻ്റെ വെളിച്ചം കൊടുത്താൽ നമുക്കൊരു മാക്സിമം അതിൻ്റെ അടുത്തൊരു 16-20 റേഞ്ചിലുള്ള ഔട്ട്പുട്ടേ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ കാലത്തെ സെല്ലിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എഫിഷ്യൻസി കൂടിയ സാധനം എടുക്കുന്നതോറും അതിൻ്റെ കോസ്റ്റ് വ്യത്യാസങ്ങൾ വരും, അതിൻ്റെ പൈസ വ്യത്യാസം വരും. എന്നാൽ നമുക്ക് കുറച്ച് ഏരിയയിൽ കൂടുതൽ പ്രൊഡക്ഷനൊക്കെ കിട്ടാൻ അങ്ങനെയുള്ള ഉപകാരങ്ങളും വരും. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്കായിട്ട് യൂസ് ചെയ്യുന്ന സോളാറിൻ്റെ പല ടെക്നോളജി, ഇപ്പോൾ കണ്ട സെല്ലുകളിൽ തന്നെ പല രീതിയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെടുന്ന പല വിഭാഗത്തിൻ്റെ ഒരു സമ്മറിയാണ് കാണുന്നത്. ക്രിസ്റ്റലൈൻ സിലിക്കോൺ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ നമ്മൾ മോണോ ക്രിസ്റ്റലൈൻ, പോളി ക്രിസ്റ്റലൈൻ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി അവിടെ കൊടുത്തേക്കണതാണ് 14-16% അതിൻ്റെ എഫിഷ്യൻസി ഉള്ളൂ. തിൻ ഫിലിം സോളാർ എന്ന് പറഞ്ഞതിൽ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ടൈപ്പാണ്. അതിൽ തന്നെ 3 തരങ്ങളുണ്ട്. അമോർഫസ്, കാഡ്മിയം, ടെല്ലുറൈഡ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസീസ് 6-9% വരെയൊക്കെ ഉള്ളൂ, 8-11% വരെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ മൾട്ടി ജംഗ്ഷൻ സോളാർ സെൽ എന്ന് പറഞ്ഞാൽ അതിൽ പല സാധനം ഗാലിയം ആർസനൈഡ് എന്നൊക്കെ പറഞ്ഞ, ഗാലിയം ഇൻഡിയം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല ടൈപ്പ് ലോഹങ്ങളും എലമെൻറ്റ്സ് യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടിയതൊക്കെ ഉണ്ട്, 30-35% എഫിഷ്യൻസിയിലുള്ളതും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നല്ല ടെക്നോളജി യൂസ് ചെയ്യുന്നതിൽ എഫിഷ്യൻസി കൂടും, അതുകൂടെ തന്നെ കോസ്റ്റും കൂടുന്നതാണ്. പക്ഷേ അത് ലോങ് റൺ, അതായത് ഭാവിയോട് ആലോചിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ലാഭമാവും. നമ്മൾ ഇപ്പോഴത്തെ ഇതിനേക്കാളും ഭാവിയിലേക്ക് അത് കൂടുതൽ ലാഭമാവും. നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും. ഇപ്പോൾ ഒരു വർഷം കിട്ടുന്ന പ്രൊഡക്ഷന് നല്ല വ്യത്യാസം വരും. നമുക്കൊരു വർഷം ആ ഒരു സ്ഥലത്ത് ഈ പാനൽ ഇപ്പോൾ 14% എഫിഷ്യൻസി ഉള്ള പാനൽ വയ്ക്കുമ്പോഴും 30% എഫിഷ്യൻസി ഉള്ള പാനൽ വയ്ക്കുമ്പോഴും ഫലത്തിൽ നമുക്ക് ഒരു വർഷം അവിടെ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ ഇപ്പോൾ 14 സാധനം വെച്ചതിൻ്റെ ഏതാണ്ട് ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിരിക്കും ഈ 30% എഫിഷ്യൻസി ഉള്ളൊരു പാനൽ വെച്ചാൽ എന്നുള്ളൊരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു കമ്പാരിസൺ കാണാം. ഈ എഫിഷ്യൻസി മാറുന്നതനുസരിച്ച് എന്താണ് അവിടെ മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ സെല്ലിൻ്റെ ഏരിയ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നമ്മുടെ എഫിഷ്യൻസി കൂടി, അതായത് 30-35% എഫിഷ്യൻസി ഉള്ള ഒരു പാനലിൻ്റെ ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ അതിന് 1-4 സെൻറ്റിമീറ്റർ² ഏരിയ മതി. അപ്പോൾ നമ്മൾ ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് ആണല്ലോ പാനൽ. അപ്പോൾ ഈ ഒരു പാനൽ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏരിയ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ 6% എഫിഷ്യൻസിയുള്ള ഈ അമോർഫസ് സിലിക്കൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് 200 സെൻറ്റിമീറ്റർ² വരെ ഒരു സെല്ലിൻ്റെ ഏരിയ കവർ ചെയ്യും. അപ്പോൾ ആ സെല്ലിൻ്റെ പാനലിൻ്റെ സൈസ് അനുസരിച്ച് നമ്മുടെ കൂടുതൽ ഏരിയ അവിടെ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ സ്പേസ് അവിടെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ പാനൽ വെക്കേണ്ടി വരും. കൂടുതൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാനലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പാനൽ കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല, എഫിഷ്യൻസി കുറവാണല്ലോ. അതായത് 100 സൂര്യൻ്റെ ഇത് 100 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 10 ആയിരിക്കും. അപ്പോൾ നേരെ മറിച്ച് 30% എഫിഷ്യൻസി ഉള്ള സാധനം വെച്ചാൽ എന്ത് കിട്ടും? 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ ഒന്ന് ഏരിയ കുറയുന്നു, പിന്നെ പ്രൊഡക്ഷൻ കൂടുന്നു. അതാണ് നമ്മൾ കൂടിയ സാധനങ്ങൾ വയ്ക്കുന്നതുകൊണ്ടുള്ള ഉപകാരം.
അപ്പോൾ അതുകൂടാതെ അവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ബെറ്റർ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എഫിഷ്യൻസി കൂടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് മുതലായ സാധനങ്ങൾ അവിടെ ബെറ്ററായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൂടിയത് ഉണ്ടെങ്കിൽ കൂടിയ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കൂടിയ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ, ആ ടേബിളുകൾ പരസ്പരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പറഞ്ഞ മോണോ ക്രിസ്റ്റലൈൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ ആയിരിക്കും, ഒരു ബ്ലാക്ക് പോലെയൊക്കെ ഉള്ളൊരു ടൈപ്പ് സാധനമായിരിക്കും മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ. പോളി ക്രിസ്റ്റലൈൻ ഇങ്ങനെ കുറച്ച് ഒരു ബ്ലൂ ടൈപ്പ് കളറൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലുക്കുകൾ ഈ മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലുക്ക് ഏകദേശം ഒരു യൂണിഫോം ലുക്കായിരിക്കും. ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെല്ലാണ് ഈ മോണോ ക്രിസ്റ്റലൈൻ. ഇപ്പോൾ മോണോ ക്രിസ്റ്റലൈൻ്റെ ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളി ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ മൾട്ടി ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഈ ബ്ലൂ കളർ ഉണ്ടാവും, ഈ ഇതേപോലത്തെ റൗണ്ട് എഡ്ജ് ഇതിലുണ്ടാവില്ല. ഇത് റൗണ്ട് എഡ്ജ് പോലെ ഇല്ല, ഇത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ അമോർഫസ് സെൽ എന്ന് പറഞ്ഞ വേറൊരു റേഞ്ചുള്ള സാധനം കാണാം അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ സെല്ല് സംഭവിക്കുന്നത് എന്താണെന്നുള്ളതും കൂടിയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. നമ്മൾ അതിൽ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോഴത്തേക്കും പ്ലസ്സും മൈനസും ഉണ്ടായി വരുന്നു. അപ്പോൾ അതാണ് നമ്മൾ കളക്ട് ചെയ്ത് ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെല്ലിൻ്റെ കളക്ഷനാണ് പാനൽ. അപ്പോൾ അതെല്ലാം തട്ടി അതിൻ്റെ അകത്ത് പ്ലസ്സും മൈനസും നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വോൾട്ടേജും കറണ്ടൊക്കെ വന്ന് അത് ബിൽഡപ്പ് ചെയ്ത് നമുക്ക് പവർ അതിൻ്റെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു PV പാനൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് സെല്ലുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ 4 റോ ഉണ്ട്. 4 കോളംസും 7 റോ ആയിട്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കണക്ഷനൊക്കെ പോയേക്കുന്നതാണ്. പ്ലസ് മൈനസും കണക്ട് ചെയ്ത്. അപ്പോൾ ഇതിനിടയിൽ ഡയോഡ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ആയിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് ഷാഡോവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതായത് നിഴൽ വീഴുമ്പോൾ പല കാര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പാനൽ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഒരു പാനൽ. അപ്പോൾ ഇതിൽ സെല്ല് അറേഞ്ച് ചെയ്യുമ്പോൾ മോഡ്യൂളിനെ മൊത്തത്തിലാക്കുമ്പോൾ പാനലായി, അങ്ങനെ അറേ ആയി. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതാണ് സെല്ലെല്ലാം കൂടി അറേഞ്ച് ചെയ്ത മോഡ്യൂളായി. ഇനി അതുകൂടാതെ ഈ മോഡ്യൂൾ സീരീസ് ആയിട്ട് പ്ലസ് മൈനസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് സ്ട്രിങ് എന്നും, അതുകൂടാതെ സ്ട്രിങ്സ് ഇങ്ങനെ, ഇപ്പോൾ ഇത് രണ്ടും സീരീസാണ്, അപ്പോൾ ഇതൊരു സ്ട്രിങ്ങാണ്, ഇത് സ്ട്രിങ്ങാണ്, ഇത് സ്ട്രിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രിങ്സ് പാരലായിട്ട് ചെയ്യുന്നതിന് നമ്മൾ അറേ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക്. അപ്പോൾ ബേസിക് ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളൊക്കെ ചോദിക്കാം.